നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ, ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. അതിനായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയത് ഈ ആത്മാക്കളുടെ രക്ഷ എന്ന് പറയുന്നതിന് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്നുള്ളതാണ്. എനിക്ക് തോന്നിയ ഒരു 6 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇത്രയും നാൾ ഈ 50 വർഷം പ്രവർത്തിച്ചപ്പോൾ സംഭവിച്ചതാണ് ഈ ആത്മാക്കളുടെ രക്ഷ. അത് എങ്ങനെയാണ് നമ്മൾ അതിനെ റീഡ് ചെയ്യണേ എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ പ്രവർത്തനം വഴി മനുഷ്യർ ക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ കൂദാശകളിൽ നിന്ന് ശക്തി സ്വീകരിക്കുന്നു. പ്രധാനമായിട്ടും വിശുദ്ധ കുർബാനയും കുമ്പസാരവും സ്വീകരിക്കുന്നവരുടെ എണ്ണം കൂടുന്നു, കുറയല്ല, കൂടുന്നു. അതാണ് 50 വർഷ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് വരേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവവചനത്തോടുള്ള ആഭിമുഖ്യം വർദ്ധിക്കുന്നു. വചനം വായിക്കുന്നവരുടെ, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവരുടെ, സാക്ഷ്യം നൽകുന്നവരുടെ എണ്ണം നമ്മുടെ പ്രവർത്തനം വഴി വർദ്ധിച്ചു വരുന്നു. അനേകം 50 വർഷം അതുപോലെ അനേകം ആത്മാക്കൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവർ വചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ജീവിതം കെട്ടിപ്പടുക്കാനായിട്ട് നമ്മൾ സഹായിച്ചിട്ടുണ്ട്, സംശയമില്ലാത്ത കാര്യമാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഒത്തിരിയേറെ മനുഷ്യരുടെ മുറിവുകൾ ഉണങ്ങിയിട്ടുണ്ട്. മുറിവ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കാൻ കഴിയാത്ത അപ്പന് മകനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, മകൻ അപ്പനോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഭർത്താവിന് ഭാര്യയോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് തന്നെ ഒരു മുറിവായി മാറുകയും തിന്മ ഇരട്ടിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. ക്ഷമിക്കാനായിട്ട് സാധിക്കാം. അനുരഞ്ജനപ്പെടുക, ക്ഷമിച്ചിട്ട് അനുരഞ്ജനപ്പെടുക, അതാണ് ശരിക്കും നമ്മുടെ സെന്റർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒരു ആത്മാവ് രക്ഷപ്പെടുന്നതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സിംറ്റമാണത്. ഈ ക്ഷമയും അതോടൊപ്പം തന്നെ അനുരഞ്ജനവും, അതോടൊപ്പം തന്നെ ഫ്രീഡം ഫ്രം അഡിക്ഷൻ, അടിമത്തത്തിൽ നിന്ന് മോചനം. അത് മദ്യപാനമാകാം, മറ്റു വിധത്തിലുള്ള അടിമത്തങ്ങളാകാം, ഇപ്പൊ പുതിയ സ്ക്രീൻ അഡിക്ഷനായി ഏതുമാകാം. അതിൽ നിന്ന് മോചനം ലഭിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുക. അതുകൂടാതെ തന്നെ ക്രിസ്തുവിൽ അടിത്തറ പാകിയ ഒരു ജീവിത ശൈലി. ഇപ്പൊ കല്യാണം നടത്തുന്നു, കല്യാണം വളരെ ആർഭാടമായി നടത്തുന്നു ഒരു ക്രിസ്ത്യാനി. പക്ഷെ അതല്ല, ഒരു വിവാഹ ജീവിതത്തിന്റെ ബോധ്യം കിട്ടിയിട്ട് സുവിശേഷം ഈ ലോകത്തോട് പ്രഘോഷിക്കുകയാണ് എന്റെ ജീവിതത്തിന്റെ, എന്റെ കെട്ടിന്റെ ഉറപ്പ് എന്ന് പറയുന്ന ആ ഒരു ബോധ്യമുള്ളെടുത്ത് അവർ കല്യാണം ചിലപ്പോൾ ആർഭാടത്തിലല്ല, വളരെ ലളിതമായി നടത്തുന്നത്. അതാണ് ജീവിത ശൈലി, ക്രിസ്തുവിന്റെ ജീവിത ശൈലി സ്വീകരിക്കുക. ഇതുപോലെ വിവിധങ്ങളായ അടയാളങ്ങൾ ഈ കഴിഞ്ഞ 50 വർഷങ്ങളിൽ നമ്മുടെ അതിരൂപതയിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഈ ജൂബിലി വർഷത്തിൽ പറയാനുള്ള ഒരു കാര്യം, നമ്മൾ എല്ലാവരും കൂടിയും ഒന്നുകൂടി ഉണരേണ്ട ഒരു സമയമാണ്. കാരണം 50 വർഷക്കാലം നേടിയെടുത്ത ആ അഭിമാനത്തോടു കൂടെ തന്നെ അനേക
അനേകം ആത്മാക്കളിൽ ഈ സിംറ്റംസ്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ 5-6 സിംറ്റംസ് കാണുന്ന വിധത്തിൽ കോൺക്രീറ്റ് ആയിട്ട് ആക്ഷൻ ചെയ്യേണ്ട സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കല്ലിച്ചൻ പറഞ്ഞ 6 കാര്യങ്ങളുടെ നിർസാക്ഷ്യമായിട്ട് ഇവിടെ കുറേയധികം ദമ്പതികൾ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അവരെ പ്രതിനിധീകരിച്ചാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. എന്താണ് കുടുംബപ്രേക്ഷണ കേന്ദ്രം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേവലം വിവാഹത്തിന് വേണ്ടി ഒരുക്കുക മാത്രമല്ല, വിവാഹം എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിക്കുക കൂടിയാണ്. അങ്ങനെ ദാമ്പത്യത്തിലൂടെ ക്രിസ്തു സ്നേഹം പരസ്പരം പങ്കുവച്ച് ജീവിക്കുന്ന ഒരു പുതിയ തലമുറയെ സൃഷ്ടിച്ചെടുക്കാനായിട്ട് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സാധിക്കുന്നുണ്ട്. ആ അതിരൂപതയ്ക്ക് സാധിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഈ അതിരൂപതയിൽ ജീവിക്കുന്നതും അതിൽ ജനിച്ചു എന്നതിൽ അഭിമാനം കൊള്ളുന്നതും.